സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി കംപ്ലീറ്റ്ലി പഠിക്കാൻ പറ്റുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 24ാമത്തെ എപ്പിസോഡിലേക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ പറ്റിയും ടെക്നിക്കൽ അനാലിസിനെ പറ്റി പഠിക്കാൻ പറ്റുന്ന 4ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ കംപ്ലീറ്റ് സീരീസിനെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും ശ്രദ്ധിച്ച് കാണുക, നന്നായി പഠിക്കുക. നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് പഠിക്കുമ്പോൾ, ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പഠിക്കുമ്പോൾ ഇതുവരെ നമ്മൾ കാൻഡിൽ സ്റ്റിക്ക് അനലൈസ് ചെയ്യാനും ട്രെൻഡ് അനലൈസ് ചെയ്യാനും പഠിച്ചു. എന്നാൽ അതിനേക്കാളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ, നിങ്ങൾ കുറേയധികം റിക്വസ്റ്റ് ചെയ്ത, കുറേയധികം പഠിക്കാൻ ആഗ്രഹിച്ച, വളരെയധികം ശക്തമായി പഠിക്കേണ്ട ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് റെസിസ്റ്റൻസും സപ്പോർട്ടുമാണ്, പിവറ്റ് പോയിന്റ്സ് ആണ്. ശരിയല്ലേ? നിങ്ങൾ കാത്തിരുന്ന ടോപ്പിക് അല്ലേ? ഈ ഒരു വീഡിയോ മുഴുവനായി നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ, സപ്പോർട്ടിനെ റെസിസ്റ്റൻസിനെ പറ്റി നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ, സപ്പോർട്ടും റെസിസ്റ്റൻസ് ഉപയോഗിച്ച് എങ്ങനെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അത് നിങ്ങൾ പഠിക്കുമ്പോൾ, ഈ വീഡിയോ കാണുന്നതിന് മുൻപ് നിങ്ങൾ എത്രമാത്രം ഒരു ട്രേഡർ ആയിരുന്നോ അതിനേക്കാളും മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രേഡർ നിങ്ങൾ ആയിത്തരും. ആ ഒരു കോൺഫിഡൻസ് ഞാൻ തരാം. കാരണം അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടൂളാണ് റെസിസ്റ്റൻസും സപ്പോർട്ടും എന്ന് പറയുന്നത്. അത് വളരെ ഈസി ആയിട്ട്, വളരെ വ്യക്തമായിട്ട് വീഡിയോയിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക. റെസിസ്റ്റൻസും സപ്പോർട്ടും എന്താണെന്ന് മനസ്സിലാക്കാനും അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു ട്രേഡിലേക്ക് കയറാമെന്നും എങ്ങനെ പ്രോഫിറ്റ്സ് ഉണ്ടാക്കാമെന്നും മനസ്സിലാക്കാനായിട്ട്. ദ നെയിം ഈസ് sharique.samsudheen. വെൽക്കം ടു fundfolio. കമ്പ്യൂട്ടറിലെ പ്രസന്റേഷനിലേക്ക് പോകുന്നതിന് മുൻപ് വളരെ ഈസി ആയിട്ട് റെസിസ്റ്റൻസും സപ്പോർട്ടും എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരികയും ഇവിടെ അതിന് റെപ്രസെന്റേഷനിൽ ഒന്ന് കാണിച്ചു തരിക കൂടി ചെയ്യാം. റെസിസ്റ്റൻസിന്റെയും സപ്പോർട്ടിന്റെയും ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ആർ സർട്ടൻ പ്രൈസ് ലെവൽസ് വെയർ സ്റ്റോക്ക് പ്രൈസസ് ആക്ട് ഇൻ എ പ്രെഡിക്റ്റബിൾ വേ. മനസ്സിലായോ? അതായത് ചില പ്രൈസ് ലെവലുകളിൽ സ്റ്റോക്കിന്റെ പ്രൈസ് എത്തുമ്പോൾ അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടെ ആക്ട് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ചില പ്രൈസ് ലെവൽസിൽ എത്തുമ്പോൾ അതിനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് ആക്ട് ചെയ്യുമെങ്കിൽ ആ പ്രെഡിക്ഷൻ നമുക്ക് എടുത്തുകൊണ്ട് നമുക്കൊരു ബുദ്ധിപരമായ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ചെയ്തുകൂടെ? ഒരു ഇന്റലിജന്റ് പൊസിഷൻ നമുക്ക് എടുത്തുകൂടെ? അങ്ങനെ നമുക്ക് ലാഭം ഉണ്ടായിക്കൂടെ? അങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസും സപ്പോർട്ടും ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ടാകാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ഇത് കഴിയുമ്പോൾ നമ്മൾ പ്രസന്റേഷനിലേക്ക് പോകും, അവിടെ വിശദമായി പഠിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ റിയൽ ലൈഫ് സ്റ്റോക്കിന്റെ ചാർട്സിലേക്ക് നോക്കും, അവിടെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തതെന്നും എല്ലാം നോക്കി മുഴുവനായി പഠിച്ചിട്ട് മാത്രം ഇന്ന് പോകുന്നുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ചിന്തിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്, റെസിസ്റ്റൻസിനെ സപ്പോർട്ടിനെ മലയാളം എന്താണ് എന്നുള്ളതാണ്. സപ്പോർട്ടിന്റെ മലയാളം എന്താ? താങ്ങ് എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അതും നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോ. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസിനെ താങ്ങുന്ന ഒരു ലെവലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. റെസിസ്റ്റൻസ് എന്താ മലയാളത്തിൽ പറയുക? പ്രതിരോധം എന്നാണ് അല്ലേ? അതായത് സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പോയിന്റിൽ ഒരു പ്രതിരോധമുള്ള സ്ഥലം കാണുകയാണെങ്കിൽ അത് റെസിസ്റ്റൻസ് ആയിരിക്കും എന്ന് തൽക്കാലം മനസ്സിലാക്കി വെച്ചോ. നമുക്ക് ഇവിടെ റെപ്രസെന്റേഷനിൽ ഇതൊന്ന് കാണാം. അപ്പോൾ ഈ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റ് ആണ് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന പോലെ സ്റ്റോക്ക് എപ്പോഴും ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത് അല്ലേ? അതായത് നേരെ ഒരു ലൈനിൽ നേരെ മുകളിലേക്ക് പോവുകയോ നേരെ താഴേക്ക് വരികയോ ചെയ്യില്ലല്ലോ. എപ്പോഴും ഇങ്ങനെ മുകളിലേക്ക് പോകും, പിന്നെ താഴോട്ട് വരും. കോൺസ്റ്റന്റ്ലി ഹൈസും ലോസും ഉണ്ടാക്കിയിട്ടാണ് സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിന്റെ ഈ ഒരു ചാർട്ടിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആർ പ്രൈസ് ലെവൽസ് വെയർ സ്റ്റോക്ക് പ്രൈസസ് ആക്ട് ഇൻ എ പ്രെഡിക്റ്റബിൾ വേ എന്നല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെയുള്ള പ്രെഡിക്റ്റബിൾ വേയിൽ ആക്ട് ചെയ്യുന്ന പ്രൈസ് ലെവൽസ് കണ്ടുപിടിക്കാം. നമുക്ക് എന്താ അവിടെ കാണാൻ പറ്റുന്നത്? ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ഇത് മുകളിലേക്ക് വരുന്നുണ്ട്, എന്നാൽ ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ അവിടെ തട്ടി താഴേക്ക് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു പ്രതിരോധമുള്ളതായി നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ഈ ഒരു പോയിന്റിൽ ഈ സ്റ്റോക്ക് പ്രൈസിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ പ്രെഡിക്റ്റബിൾ വേയിൽ ആക്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഈ ഒരു പ്രൈസ് ലെവലിനെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു വര വരക്കാം അല്ലേ? അതായത് ഈ ഒരു വര എത്തുമ്പോൾ അതിൽ തട്ടി താഴോട്ട് വരുന്നുണ്ട്, പിന്നെ മുകളിലേക്ക് പോയി തട്ടി താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രതിരോധം ഇതിനുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. ഇവിടെ ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടത്, ഇതേ സ്റ്റോക്ക് പ്രൈസ് തന്നെ മുകളിലേക്ക് പോയി റെസിസ്റ്റൻസിൽ തട്ടി താഴേക്ക് വന്നു. ഈ ഒരു പോയിന്റ് ആയപ്പോൾ പിന്നെ മുകളിലേക്ക് പോയി, പിന്നെ ഇങ്ങനെ വന്നു, പിന്നെയും താഴോട്ട് വന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ പിന്നെയും മുകളിലോട്ട് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇതിനൊരു താങ്ങുള്ളതായിട്ട് കാണാൻ പറ്റുന്നില്ലേ? ശരിയല്ലേ? ഈ സ്റ്റോക്ക് പ്രൈസ് ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ അവിടെ ഒരു താങ്ങ്, ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അതിൽ തട്ടി മുകളിലേക്ക് പോകുന്നുണ്ട്, അവിടെ നിന്ന് ലിങ്കർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റും ഇതും ഒരു പ്രൈസ് ലെവലാണ് വെയർ സ്റ്റോക്ക് പ്രൈസ് ആക്ടിന്റെ പ്രെഡിക്റ്റബിൾ വേ. ശരിയല്ലേ? ഇവിടെ അതിന് താങ്ങാണ് കിട്ടുന്നത്, സപ്പോർട്ടാണ് കിട്ടുന്നത്. താഴേക്ക് വരുമ്പോൾ സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് ഇതിനെ സപ്പോർട്ട് എന്ന് വിളിക്കുന്നു. അപ്പോൾ സപ്പോർട്ട് ആണെങ്കിലും റെസിസ്റ്റൻസ് ആണെങ്കിലും രണ്ടാണെങ്കിലും സ്റ്റോക്ക് പ്രൈസ് അതിനടുത്ത് എത്തുമ്പോൾ ഒരു പെക്യൂലിയർ വേയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അത് മുകളിലേക്ക് പോകുമ്പോഴാണെങ്കിൽ അതിനെ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു, താഴോട്ട് വരുമ്പോഴാണ് അങ്ങനെ ഒരു പോയിന്റ് വരുന്നതെങ്കിൽ അതിനെ സപ്പോർട്ട് എന്ന് വിളിക്കുന്നു. അത്രമാത്രം അത് രണ്ടും തമ്മിൽ വ്യത്യാസമുള്ളൂ. രണ്ടിന്റെയും ഫണ്ട് സെയിം ആണ്, എന്നാൽ രണ്ടും എവിടെ വരുന്നു എന്നുള്ളതനുസരിച്ച് അതിന്റെ പേരുകൾ മാറുന്നു. മനസ്സിലായല്ലോ? ഇനി ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇതൊരു റെസിസ്റ്റൻസ് അല്ലേ? എന്നാൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ പ്രതിരോധം വന്നിട്ട് താഴോട്ട് വരികയല്ലേ ചെയ്യേണ്ടത്? എന്നാൽ ഇവിടെ നിങ്ങൾ അറിയേണ്ട അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസിനെയോ ഒരു സപ്പോർട്ടിനെയോ സ്റ്റോക്ക് പ്രൈസിനെ ഡെഫിനറ്റ്ലി ബ്രേക്ക് ചെയ്യാൻ പറ്റും. നല്ല പ്രൈസ് ആക്ഷൻ ഉണ്ടെങ്കിൽ, ഹൈ വോളിയം ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ കുറേ അധികം ആൾക്കാർ പിന്നെയും വാങ്ങാൻ റെഡി ആവുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ആകും. എന്നാൽ റെസിസ്റ്റൻസ് ഒരിക്കൽ ബ്രേക്ക് ആയാൽ അതിന് മുകളിലേക്ക് സ്റ്റോക്ക് പ്രൈസ് പോവുകയാണെങ്കിൽ പിന്നീട് ആ ലെവല് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതാണ് തിയറി പറയുന്നത്. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാലോ. ഇവിടുന്ന് മുകളിലേക്ക് പോയി, പിന്നെ താഴോട്ട് വന്ന് ഇവിടെ വന്ന് പിന്നെയും മുകളിലേക്ക് പോയി. കാരണം എന്താ, ഞാൻ പറഞ്ഞതുപോലെ ആദ്യം റെസിസ്റ്റൻസ് ആയിരുന്നത്, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പിന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് പിന്നെയും പ്രൈസ് മുകളിലേക്ക് പോയി, ഈ പോയിന്റ് എത്തിയപ്പോൾ പിന്നെയും താഴോട്ട് വരുന്നു. അപ്പോൾ 2 തവണ ഇവിടെ പിന്നെയും ഇത് സംഭവിച്ചപ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ ഒരു പുതിയ റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ? ഈ ഒരു പോയിന്റിൽ റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ സ്റ്റോക്ക് പ്രൈസ് ഇപ്പൊ ഈ ഒരു പോയിന്റിലാണ് എത്തി നിൽക്കുന്നത്. ഇതൊരു പ്രഡിക്റ്റബിൾ ലെവലാണ്, നമുക്കറിയാം അല്ലെ? ഇതൊരു സപ്പോർട്ടാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ തട്ടിക്കൊണ്ട് ഇത് മുകളിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്കറിയാം. അല്ല എങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ തട്ടി ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരാൻ സാധ്യത ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ, ഇങ്ങനെ ഒരു പൊസിഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടുന്ന് മുകളിലേക്കാണോ പോകുന്നത് അതോ താഴോട്ടാണോ വരുന്നത് എന്ന് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യാം. അത് എങ്ങോട്ടാണ് പോകുന്നത് അതിന്റെ ബേസിൽ, മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ വരെ പോകുമെന്നറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഇന്റലിജന്റ് ട്രേഡിലേക്ക് കയറാം. അപ്പോൾ നമുക്കിനി പ്രസന്റേഷനിലേക്ക് പോയിട്ട് വിശദമായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാം, മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡിംഗിൽ ഇതിനെ എങ്ങനെ പ്രാക്ടിക്കലി ഉപയോഗിക്കണം എന്ന് കൂടി നമുക്ക് പഠിക്കാം. അപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. എപ്പോഴത്തെ പോലെയും ആദ്യം ഡിസ്ക്ലോഷർ ആണ്. കുറെ സ്ട്രാറ്റജീസും കാര്യങ്ങളും നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഇതിലൂടെ തരുന്നില്ല. ഇത് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് മനസ്സിലാക്കാം. ഞാൻ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടി എന്നാണ് ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി റെസിസ്റ്റൻസ് എന്താണെന്നും സപ്പോർട്ട് എന്താണെന്നും വളരെ ബേസിക് ആയിട്ടുള്ള അതിന്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ്, ഞാൻ നേരത്തെ പറയാത്ത കുറച്ച് കാര്യങ്ങളും ഇത് എന്ത് ലോജിക്കിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം എന്താണ് റെസിസ്റ്റൻസ് എന്ന് മനസ്സിലാക്കാം. റെസിസ്റ്റൻസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവിടെ ഒരു പ്രതിരോധമുള്ളതായിട്ട്, അതായത് സ്റ്റോക്ക് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിന്റെ പോയിന്റ് എത്തുമ്പോൾ അവിടെ തന്നെ ലിങ്കർ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് താഴോട്ട് വരാനോ സാധ്യതയുണ്ട് നമുക്കറിയാം അല്ലെ? നമ്മൾ വരച്ച പോലത്തെ ഒരു ഗ്രാഫ് തന്നെയല്ലേ ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ റെസിസ്റ്റൻസിൽ ആദ്യത്തെ പോയിന്റ് പറയുന്നത് റെസിസ്റ്റൻസ് ഇസ് എ പോയിന്റ് വെയർ സ്റ്റോക്ക് സ്റ്റോപ്സ് റൈസിംഗ് ഫർദർ. ശരിയല്ലേ? റെസിസ്റ്റൻസ് എത്തുമ്പോൾ അവിടെ തട്ടിയിട്ട് പിന്നെ താഴോട്ട് വരാനോ അല്ലെങ്കിൽ അവിടെ തന്നെ കുറച്ച് നേരം നിൽക്കാനോ പിന്നീടും താഴോട്ട് വരാനാണ് സാധ്യത. അപ്പോൾ സ്റ്റോക്ക് സ്റ്റോപ്സ് റൈസിംഗ് ഫർദർ. സെക്കൻഡ് പോയിന്റ് പറയുന്നത് അറ്റ് റെസിസ്റ്റൻസ് ദർ ആർ മോർ സെല്ലേഴ്സ് ദാൻ ബയേഴ്സ്. ഇത് റെസിസ്റ്റൻസിന്റെ ലോജിക് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് റെസിസ്റ്റൻസ് വരുമ്പോൾ കൂടുതൽ സമയം പ്രൈസ് താഴോട്ട് വരുന്നത് എന്നുള്ളതിന്റെ പിന്നിലെ ലോജിക് ആണ് ഈ ഒരു സെക്കൻഡ് പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് റെസിസ്റ്റൻസ് എന്ന പോയിന്റ് വരുമ്പോൾ ഇവിടെ സെല്ലേഴ്സ് കൂടുന്നു ബയേഴ്സിനേക്കാളും. അപ്പോൾ സെല്ലേഴ്സ് കൂടുമ്പോൾ നമുക്കറിയാം പ്രൈസ് താഴോട്ട് വരുമെന്ന് അറിയാം അല്ലെ? കാരണം പ്രൈസ് ഇത്രയും മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ആൾക്കാർ സെല്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടും. അതുപോലെ തന്നെ 1, 2, 3 തവണ ഒരേ സമയം ഒരു പ്രൈസിൽ എത്തുമ്പോൾ താഴോട്ട് വരുമ്പോൾ 3-മതോ 4-മതോ തവണ അത് സംഭവിക്കുമ്പോൾ ആൾക്കാരെല്ലാവരും കളക്റ്റീവ് ആക്ഷൻ എടുത്തുകൊണ്ട് അവിടെ സെല്ല് ചെയ്യും. നമ്മളെല്ലാവരും പഠിച്ചതാണ്, ടെക്നിക്കൽ അനാലിസിസ് എപ്പോഴും കളക്റ്റീവ് ആക്ഷൻ ഓഫ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ പുറത്താണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? അപ്പോൾ ഒരു പ്രൈസ് പോയിന്റിൽ എത്തുമ്പോൾ എല്ലാവരും ഒരുപോലെ ചിന്തിക്കാനും ഒരുപോലെ ആക്ട് ചെയ്യാനും തുടങ്ങുന്നു. അങ്ങനെ ഈ ഒരു റെസിസ്റ്റൻസിന്റെ പോയിന്റിൽ എത്തുമ്പോൾ ആൾക്കാർ സെല്ല് ചെയ്യൽ കൂടുന്നു. അതുകൊണ്ട് അവിടുന്ന് പ്രൈസ് താഴോട്ട് വരുന്നു. അപ്പോൾ സെക്കൻഡ് പോയിന്റ് മനസ്സിലായി. മൂന്നാമത് പറയുന്നത് അറ്റ് റെസിസ്റ്റൻസ് there is a trend reversal to bearish. ശരിയല്ലേ? ഇവിടെ ബുള്ളിഷ് ആയിരുന്നു, സ്റ്റോക്ക് മുകളിലോട്ട് പോയി, റെസിസ്റ്റൻസ് പോയിന്റ് എത്തിയപ്പോൾ അത് ബെയറിഷ് ആയി. ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടുത്ത പോയിന്റ് പറയുന്നത് റെസിസ്റ്റൻസ് ക്യാൻ ബി ബ്രോക്കൺ വിത്ത് ലാർജ് പ്രൈസ് ആക്ഷൻ മൂവ്മെന്റ്. ശരിയല്ലേ? അതായത് എപ്പോഴും ജീവിതകാലം മുഴുവനും എപ്പോൾ സ്റ്റോക്ക് ഇവിടെ എത്തിയാലും തട്ടി താഴോട്ട് വരും എന്നല്ലല്ലോ. ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി ബ്രേക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അവിടെ വലിയൊരു പ്രൈസ് ആക്ഷൻ മൂവ്മെന്റ് ഉണ്ടാവണം. എന്താണ് പ്രൈസ് ആക്ഷൻ മൂവ്മെന്റ്? ആ ഒരു സമയത്ത് വലിയ വോളിയത്തിൽ കുറെ ബയേഴ്സ് വന്നിട്ട് സെല്ലേഴ്സിനെ തോൽപ്പിക്കണം. ഹ്യൂജ് എമൗണ്ട് ഓഫ് ബയേഴ്സ് ബൈ ഓർഡേഴ്സ് വരികയാണെങ്കിൽ, വലിയൊരു വോളിയം കിട്ടുകയാണെങ്കിൽ അവിടെ ഒരു വലിയ പ്രൈസ് ആക്ഷൻ ഉണ്ടായി എന്ന് പറയാൻ പറ്റുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കാൻഡിൽ സ്റ്റിക്ക് അനാലിസിസ് പഠിച്ചതാണ്. അതിന്റെ ബോഡി വലുതാണെങ്കിൽ, കാൻഡിലിന്റെ ബോഡി വലുതാണ്, നല്ല നീണ്ട ബോഡി ഉണ്ട് എങ്കിൽ അത് ഹൈ പ്രൈസ് ആക്ഷനെ കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നീണ്ട ബോഡിയുള്ള ഒരു കാൻഡിൽ ഇവിടെ നല്ല വോളിയവും എല്ലാം തരുന്നുണ്ട് എന്ന് നിങ്ങളുടെ ചാർട്ട്സിൽ കാണുകയാണെങ്കിൽ അപ്പോൾ അവിടെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ബ്രേക്ക് ആയാൽ എന്താ സംഭവിക്കുക? കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട് വൺ സ്റ്റോക്ക് ഗോസ് അപ്പ് ഫ്രം റെസിസ്റ്റൻസ് ഇറ്റ് ആക്ട്സ് ആസ് സപ്പോർട്ട്.
നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് റെസിസ്റ്റൻസിനെ ഒരിക്കലും അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പോയിന്റ് എന്ന് പറയുന്നത്, ആ ഒരു ലെവൽ, പ്രൈസ് ലെവൽ എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ കണ്ടോ, അതായത് ഈ ഒരു റെസിസ്റ്റൻസിനെ വലിയ പ്രൈസ് ആക്ഷൻ ആയിട്ട് ബ്രേക്ക് ചെയ്തു, പിന്നെ മുകളിലേക്ക് പോയി എപ്പോൾ താഴോട്ട് വരുമ്പോഴും ഈ ഒരു ലെവൽ തന്നെ അതിനൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് എന്തായാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിൽ ഡെഫിനറ്റ്ലി കുറെ ഡൗട്ട്സും, അയ്യോ ഇത് എങ്ങനെയാണ് ചെയ്യുക, ഇത് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക, ആ ലൈൻ എവിടെയാണ്, നിങ്ങൾ എങ്ങനെ അറിയുമെന്ന് ഡൗട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അത് ഡെഫിനറ്റ്ലി ഇന്നത്തെ വീഡിയോയിൽ തന്നെ അത് വരക്കാനും എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതെല്ലാം തന്നെ ഞാൻ പഠിപ്പിക്കുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് സപ്പോർട്ടാണ്. അപ്പോൾ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഒരു താങ്ങാണ് അല്ലേ, അത് റെസിസ്റ്റൻസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ പഠിച്ചതാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ എന്താണ് എഴുതിയത്, അതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. സപ്പോർട്ട് ഇസ് എ പോയിന്റ് വെയർ സ്റ്റോക്ക് സ്റ്റോപ്സ് ഫോളിംഗ് ഫർദർ. ശരിയല്ലേ, ഈ ഒരു പോയിന്റിൽ പിന്നെ താഴോട്ട് വീഴുന്നത് പ്രിവെന്റ് ആകുന്നുണ്ട്. ഇവിടെ തട്ടിയാൽ തിരിച്ചാണ് പോകാറ്. അതുപോലെ സപ്പോർട്ടിൽ there are more buyers than sellers. ഇവിടെ സപ്പോർട്ടിന്റെ ലോജിക്ക് റെസിസ്റ്റൻസിന്റെ ലോജിക്കിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ എത്തുമ്പോൾ ബയേഴ്സിന്റെ ആക്ഷൻ സെല്ലേഴ്സിന്റെ ആക്ഷനേക്കാൾ കൂടുന്നു എന്നുള്ളതാണ്. സപ്പോർട്ടിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കുന്നുണ്ട് ബുള്ളിഷിലേക്ക്. ശരിയല്ലേ, അതായത് ഇവിടെ ബെയറിഷ് ആയിരുന്നു, സ്റ്റോക്ക് താഴോട്ട് വന്നു. സപ്പോർട്ടിൽ എത്തിയപ്പോൾ പിന്നെയും തിരിഞ്ഞ് ബുള്ളിഷ് ആയി എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ സപ്പോർട്ട് ക്യാൻ ഓൾസോ ബി ബ്രോക്കൺ വിത്ത് ലാർജ് പ്രൈസ് ആക്ഷൻ. സപ്പോർട്ടും ബ്രേക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ലാർജ് പ്രൈസ് ആക്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ടും ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ സപ്പോർട്ട് ഒരിക്കൽ ക്രോസ് ആവുകയാണെങ്കിൽ പിന്നെ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് പ്രൈസ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാതെ ഈ പ്രൈസ് താഴോട്ടായിരുന്നു പോയിരുന്നുവെങ്കിൽ പിന്നെ ഈ ഒരു ലൈന് ഇതിന്റെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തേനെ. ഇങ്ങോട്ട് താഴോട്ട് വന്നതിന് ശേഷം പിന്നെ സ്റ്റോക്ക് മുകളിലേക്ക് പോയിരുന്നെങ്കിൽ ഇവിടെ തട്ടിയിട്ട് പിന്നെയും താഴോട്ട് വന്നേനെ, പിന്നെ മുകളിലേക്ക് പോയി അവിടെ തട്ടിയിട്ട് പിന്നെയും താഴോട്ട് വന്നേനെ. ഒരു ഹ്യൂജ് പ്രൈസ് ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ബ്രേക്ക് ചെയ്ത് പിന്നെ മുകളിലോട്ട് വരാൻ പറ്റുള്ളൂ. മുകളിലോട്ട് വന്നിരുന്നെങ്കിലോ ഇവിടെ ഈ ഒരു പോയിന്റ് അപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തേനെ. പിന്നെ മുകളിൽ പോയിട്ട് അവിടെ തട്ടി തിരിച്ചു വരാനും പിന്നെയും അവിടെ തട്ടി തിരിച്ചു വരാനും ആയിരുന്നു സാധ്യത കൂടുതൽ. കാരണം ആ റെസിസ്റ്റൻസ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തേനെ. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് എന്താണെന്നും റെസിസ്റ്റൻസ് എന്താണെന്നും അതിന്റെ ബേസിക്സും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത സെഗ്മെന്റിലേക്ക് നമുക്ക് പോകാം. ഹൗ ടു ഐഡന്റിഫൈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ശരിയല്ലേ, ഇതല്ലേ ഏറ്റവും വലിയ ഡൗട്ട്. ഇതിന്റെ ഫണ്ട് എല്ലാം മനസ്സിലായി, ഇതിന്റെ ലോജിക്ക് മനസ്സിലായി, പക്ഷേ ഇത് എങ്ങനെയാ ചെയ്യുന്നത്? കാരണം അതല്ലേ നമുക്ക് പഠിക്കേണ്ടത്. ട്രേഡ് ചെയ്യണമെങ്കിൽ ഇത് എങ്ങനെയാ ചെയ്യേണ്ടത് എന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം ഇതാണ്. അതായത് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടിൽ കണ്ടതുപോലെ, ട്രെൻഡ് അനാലിസിസിൽ കണ്ടതുപോലെ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അത് എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ആദ്യം ഡിഫൈൻ ചെയ്യണം. അതായത് നിങ്ങൾക്കൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്കാണോ നിങ്ങൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുന്നത്, അതോ ഇൻട്രാഡേയോ ഷോർട്ട് ടേമോ ചെയ്യാനുള്ള ഒരു പെർസ്പെക്റ്റീവിലേക്കാണോ നിങ്ങൾ സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കുന്നത് എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കണം. എന്തിനാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് സപ്പോർട്ടും റെസിസ്റ്റൻസ് നോക്കുന്നത്? അതായത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിലും ചിലപ്പോൾ ഒരു പ്രൈസ് അതിന്റെ റെസിസ്റ്റൻസിൽ എത്തി നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് ബൗൺസ് ബാക്ക് വരാൻ സാധ്യത ഉണ്ട് എങ്കിൽ ആ പോയിന്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ അതൊന്ന് തട്ടി കുറച്ച് താഴോട്ട് വന്നതിന് ശേഷം അതിന്റെ സപ്പോർട്ടിന്റെ അടുത്ത് എത്തുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. ലോങ് ടേമിലേക്കാണെങ്കിലും ആ കിട്ടുന്ന ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് തന്നെയാണല്ലോ. അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ അയാൾ ചാർട്ടിനെ ഒരു 1, 2, 3 ഇയേഴ്സ് എന്ന ടൈം ഫ്രെയിമിലേക്ക് ചാർട്ടിനെ വലുതാക്കി വെച്ചുകൊണ്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടെത്തേണ്ടതുണ്ട്. അല്ല ഇൻട്രാഡേ ട്രേഡറോ ഷോർട്ട് ടേം ട്രേഡറോ ആണെങ്കിൽ ഒരു 2, 3, 4, 5 മാസം വരെയുള്ള ചാർട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ട് ആ ചാർട്ടിലേക്ക് നോക്കിക്കൊണ്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന ചാർട്ടില് പ്രൈസ് ആക്ഷൻ സോൺസ് എവിടെയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. എന്താണ് പ്രൈസ് ആക്ഷൻ സോൺസ്? അത് നമുക്കിപ്പോൾ നോക്കാം. നമുക്ക് ചാർട്ടിൽ തന്നെ പോയിട്ട് നോക്കാം. അത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ഈ പ്രൈസ് ആക്ഷൻ സോൺസിനെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കേണ്ടതുണ്ട്. ആ ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും നിങ്ങളുടെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ബേസിക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി ചാർട്ടിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് വിശദമായി മനസ്സിലാക്കും. ഇപ്പൊ ഞാനിവിടെ മണപ്പുറത്തിന്റെ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. വളരെ റാൻഡം ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആണ്. ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു ലോങ് ടേം ഇൻവെസ്റ്റർ എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ലോങ് ടേം ഇൻവെസ്റ്ററിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ പറയുക, ഒരു ലോങ് ടൈം ഫ്രെയിം എടുക്കണം അല്ലെ, 2-3 വർഷത്തെ ടൈം ഫ്രെയിം എടുക്കണം. അപ്പോൾ ഇതുണ്ട്, ഇപ്പോൾ 2016 ആണ്, 2020 ഒരു 3-4 വർഷത്തിന്റെ ടൈം പീരീഡ് നമ്മൾ എന്തായാലും ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാർട്ട് ഇത്രയും വലിയ ടൈം പീരീഡിലേക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ സെലക്ട് ചെയ്യുക. ശരിയല്ലേ, ഹൊറിസോണ്ടൽ ലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ പറഞ്ഞത്, മാക്സിമം പ്രൈസ് ആക്ഷൻ സോൺസ് എവിടെയാണ് ഉള്ളത് എന്ന് നമ്മൾ നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പ്രൈസ് ആക്ഷൻ സോൺ? അതായത് ഒരു സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോയിട്ടോ താഴോട്ട് വന്നിട്ടോ ഒരു സ്ഥലത്ത് തന്നെ കുറെ നേരം നിന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും ഒരു റെസിസ്റ്റൻസോ സപ്പോർട്ടോ കിട്ടുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതിനെ പ്രൈസ് ആക്ഷൻ സോൺ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ഒരു സോൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു സോൺ ഉണ്ട്, ഇവിടെ ഒരു സോൺ ഉണ്ട്, ഇവിടെ ഒരു സോൺ ഉണ്ട്, ഇവിടെ ഒരു സോൺ ഉണ്ട് അല്ലെ. അപ്പോൾ അതുപോലെ കുറെ പ്രൈസ് ആക്ഷൻ സോൺസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൈസ് ആക്ഷൻ സോൺസ് കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഒരുമിച്ച് വരുന്ന ഒരേ ലൈനിൽ പ്രൈസ് ആക്ഷൻ സോൺസ് വരുന്ന ഒരു ലൈൻ നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്, ഇവിടെ ഒരു ലൈൻ വരക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ലൈൻ വരക്കുകയാണെങ്കിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൈസ് ആക്ഷൻ സോൺസ് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ലൈൻ വരച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. കണ്ടോ, ഞാൻ അവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ തിക്നെസ് ഒന്ന് കൂട്ടി വരക്കാം, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമല്ലോ.
അപ്പോൾ ഇവിടെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. കണ്ടോ, അവിടെ ഒരു വര വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ സോൺ ഉണ്ട്, ഇവിടെ ഉണ്ട്, അതുപോലെ ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, ഇവിടെ വലിയൊരു സോൺ ഉണ്ട്, ഇവിടെ ഒരു വലിയൊരു സോൺ ഉണ്ട്. അപ്പോൾ കുറെ പ്രൈസ് ആക്ഷൻ സോൺസ് ഉള്ളൊരു ലൈൻ നമ്മൾ വരച്ചു. അപ്പോൾ ഈ ഒരു പോയിന്റ് അതിന്റെ സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് ആക്ട് ചെയ്യാം എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇപ്പോൾ റീസെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് ഇത്രയും താഴോട്ട് പോയി. ഈ ഒരു പോയിന്റിൽ വലിയൊരു പ്രൈസ് ആക്ഷൻ ഉണ്ടായപ്പോൾ ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയിട്ട് പിന്നെ മുകളിലേക്ക് വന്നു. കണ്ടോ, വളരെ ഇൻട്രസ്റ്റിംഗ്ലി നമ്മുടെ ഈ ഒരു ലൈനിൽ തട്ടി അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് അത് താഴോട്ട് വന്നു, പിന്നെയും മുകളിലേക്ക് പോയി, ഇവിടെ തട്ടിയിട്ട് ഒന്ന് താഴോട്ട് വന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി മുന്നിലേക്ക് നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത് എന്നറിയാം. അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇതിനി താഴോട്ട് പോവുകയാണെങ്കിൽ താഴോട്ട് ചെന്നതിന് ശേഷം വാങ്ങാൻ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ നാളെയോ മറ്റന്നാളോ വരുന്ന ദിവസങ്ങളിലോ ഉണ്ടാവുകയാണെങ്കിൽ അത് വെയിറ്റ് ചെയ്ത് ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായതിനു ശേഷം മുകളിലോട്ട് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വാങ്ങാം. ശരിയല്ലേ? അതുപോലെ നമുക്ക് വേറെ വേണമെങ്കിൽ ഒരു തവണ കൂടെ നോക്കാം. ലോങ് ടേമിൽ തന്നെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ ഒരു ലൈൻ വരക്കുകയാണെങ്കിൽ കണ്ടോ, ഈ ലൈനിൽ താണ്ട് ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ട്, ഇവിടെ വലിയ പ്രൈസ് ആക്ഷൻ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെയും ഒന്ന് ലിങ്കർ ചെയ്തിട്ടുണ്ട്. അതുപോലെ കണ്ടോ, ഇവിടെ നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലൈനിൽ നോക്കുമ്പോൾ തന്നെ കണ്ടോ, ഇതിപ്പോൾ ലോങ് ടേമിൽ വന്ന് വീണിട്ട് സപ്പോർട്ടായിട്ട് എടുത്തതും അതേ ലൈൻ തന്നെയാണ്. അപ്പോൾ ലോങ് ടേമിൽ നമുക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ പ്രൈസ് ആക്ഷൻ എവിടെയാണോ നടന്നത് അവിടെ നമുക്ക് ലൈൻ വരക്കുന്നതിലൂടെ നമുക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാകും. ഡെഫിനറ്റ്ലി നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റഡ് ഇൻട്രാഡേ ട്രേഡിംഗിൽ എങ്ങനെ ഈ ലൈൻസ് വരക്കാം, എങ്ങനെ സപ്പോർട്ടും റെസിസ്റ്റൻസും വരക്കാം എന്നുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റിലുള്ള 3-4 മാസത്തെ ചാർട്സിലേക്ക് ഞാൻ നോക്കുന്നില്ല, കാരണം നമുക്കറിയാം കൊറോണ വൈറസ് കാരണം അതിശക്തമായിട്ട് മാർക്കറ്റ് താഴോട്ട് വീണിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കാനുള്ള പാറ്റേൺസ് ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം എൻഡ് ചെയ്ത ഒരു 3-4 മാസത്തിലേക്ക് പോകാം. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ നോക്കാം. ഈ ഒരു പോയിന്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ലൈൻ നോക്കുകയാണെങ്കിൽ അവിടെ കുറെ ഈ ഒരു ലൈനിൽ ഈ ഒരു പോയിന്റിൽ പലപ്പോഴും സ്റ്റോക്ക് വന്നിട്ട് താഴോട്ട് പോകുന്നതായി കാണാൻ പറ്റുന്നുണ്ട്. ശരിയല്ലേ? അതുപോലെ തന്നെ കണ്ടോ, ഞാൻ അവിടെ ഒരു വര വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈനിന്റെ അടുത്ത് എത്തുമ്പോൾ പലപ്പോഴും ഒരു റെസിസ്റ്റൻസ് ഏൽക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഒരു സപ്പോർട്ടിന്റെ ലൈനാണ്. അതുപോലെ ഇവിടെ എത്തിയപ്പോൾ ഒരു വലിയ പ്രൈസ് ആക്ഷനിൽ അതിനെ ബീറ്റ് ചെയ്ത് മുകളിലോട്ട് പോയി താഴോട്ട് വരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ഇതൊരു സപ്പോർട്ടായിട്ട് പിന്നെ മുകളിലോട്ട് പോയിട്ടുണ്ട്, പിന്നെയും താഴോട്ട് ഒന്ന് സപ്പോർട്ടായി മുകളിലോട്ട് പോയി വലിയ പ്രൈസ് ആക്ഷനിൽ അതിനെ ബീറ്റ് ചെയ്തു. ശരിയല്ലേ? നമ്മൾ പഠിച്ചത് അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ പിന്നെയും താഴോട്ട് വന്നു. നമ്മൾ നേരത്തെ വരച്ച സപ്പോർട്ടാണ്, ഇപ്പോൾ വരച്ച സപ്പോർട്ടല്ല. അതിനെടുത്ത് മുകളിലോട്ട് വന്നു. ഇവിടെ ഒന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. മുകളിലോട്ട് പോയി താഴോട്ട് പോയി പിന്നെയും മുകളിലോട്ട് പോയി പിന്നെയും ഇവിടെ തന്നെ നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റിലായിരുന്നു നിങ്ങൾ ട്രേഡ് എടുക്കുന്നത് എങ്കിൽ ഇത് ഓരോന്നും ഓരോ ദിവസത്തെ ക്യാൻഡിലാണ്. അപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യുക നിങ്ങൾ ഈ ഒരു പോയിന്റിലാണ് മാർക്കറ്റിനെ വാച്ച് ചെയ്തിരുന്നത് എങ്കിൽ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതൊരു റെസിസ്റ്റൻസിന്റെ അടുത്താണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് താഴോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻട്രാഡേ ട്രേഡ്സ് എടുക്കാൻ പറ്റിയേനെ. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയേനെ. ഇനി അതല്ല ഇതിനെ ബ്രേക്ക് ചെയ്തു എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മുന്നിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയേനെ. നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്നാലും എനിക്കറിയാം ഇൻട്രാഡേ ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ ഇനിയും ഡൗട്ട്സ് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇതിലും വിശദമായിട്ട് വളരെ നന്നായിട്ട് ഒരു പുതിയ ടെക്നിക്ക് കൂടി ഞാൻ കാണിച്ചു തരാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ ഏത് ബ്രോക്കറിന്റെ ഏത് ചാർട്ടിംഗ് ടൂളാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിലൊരു പ്രത്യേക സ്റ്റഡി ഉണ്ട്. ആ സ്റ്റഡി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേയും കൂടെ എഫക്റ്റീവ്ലി ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ വരച്ചതിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക, എന്ത് ഇൻട്രാഡേ ട്രേഡിൽ എന്ത് ഹെൽപ്പാണ് നമുക്ക് കിട്ടുന്നത്, അടുത്ത ദിവസം എങ്ങനെയായിരിക്കും ക്യാൻഡിൽ, ആ ദിവസം ജനറലി സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് പോകാനാണോ മുകളിലോട്ട് പോകാനാണോ സാധ്യത എന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. എന്നാൽ ആ ദിവസത്തിന്റെ അകത്ത് ചെന്നിട്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും വരച്ചാൽ കുറേയും കൂടെ നല്ലതായിരിക്കില്ലേ? ആ ദിവസത്തിന്റെ അകത്ത് സ്റ്റോക്ക് പ്രൈസ് എന്തെങ്കിലും റെസിസ്റ്റൻസ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുറേയും കൂടെ മീനിങ് ഫുൾ ട്രേഡ് എടുക്കാൻ പറ്റില്ലേ? അപ്പോൾ അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം ഈ ലൈൻസ് എല്ലാം നമുക്കൊന്ന് മായ്ച്ചു കളയാം. ഞാനിവിടെ റേസിൽ പോയിട്ട് മായ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് ഡെയിലി ചാർട്ടാണ് അല്ലേ, ഓരോ ക്യാൻഡിലും ഓരോ ദിവസത്തെയാണ് കാണിക്കുന്നത്. ഞാൻ അതിനെ ചെന്ന് മാറ്റിയിട്ട് 10 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ ആക്കാൻ പോവുകയാണ്. കണ്ടോ, ഇപ്പോൾ ഇത് 10 മിനിറ്റ്സിന്റെ ക്യാൻഡിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്യാം. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെ ഒരു ദിവസമാണ്. അതുപോലെ ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു ദിവസമാണ്. ഇവിടെ നിന്ന് ഇവിടെ വരെ ഒരു ദിവസമാണ്. ഇനിയാണ് ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ സ്റ്റഡി അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെയാണ് സ്റ്റഡീസ് ആഡ് ചെയ്യേണ്ടത്. ഈ സെർച്ച് ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് നിങ്ങൾ പിവറ്റ് പോയിന്റ് എന്ന് സെർച്ച് ചെയ്യുക. കേട്ടോ, പിവറ്റ് പോയിന്റ് സെർച്ച് ചെയ്തപ്പോൾ ഇത് വന്നു. അതിനുശേഷം ഇവിടെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ടൈപ്പ്, സ്റ്റാൻഡേർഡ്, കണ്ടിന്യൂസ് ഷെഡിങ്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇതിന്റെ ഡിഫോൾട്ട് സെറ്റിംഗ് എന്താണോ അതിൽ തന്നെ നിങ്ങൾ അപ്ലൈ നിൽക്കുക. അപ്ലൈ ഞെക്കിയപ്പോൾ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇവിടെ കുറെ ലൈൻസ് വന്നു അല്ലെ. നേരത്തെ ഈ ലൈൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു കറുത്ത വരെ നടുക്കുണ്ട്. അതിന് ഇവിടെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ദിവസത്തെ ചാർട്ടിലേക്ക് വരാം. ഇത് വേറെ ദിവസമാണ് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഓരോ ദിവസമാണ്, ഇതൊരു ദിവസമാണ്. അതുപോലെ ഇവിടെ നിന്ന് ഇവിടെ വരെ വേറെ ദിവസമാണ്. അപ്പോൾ ലൈൻസ് എല്ലാം വ്യക്തമായി കാണാനായിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഇങ്ങനെ ചെറുതാക്കാം.
അപ്പോൾ ഈ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? നടുക്കൊരു ബ്ലാക്ക് ലൈൻ ഉണ്ട്. ഇതിനെ പിവറ്റ് ലൈൻ എന്ന് വിളിക്കും. ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യങ്ങളാണ്. ഈ ബ്ലാക്ക് ലൈൻ പിവറ്റ് ലൈൻ ആണ്. മുകളിൽ എന്താ കാണാൻ പറ്റുന്നത്? മുകളിൽ 3 റെഡ് ലൈൻസ് ഉണ്ട് അല്ലെ, 3 കളറുള്ള റെഡ് ലൈൻസ് ഉണ്ട്. അതുപോലെ താഴെ 3 കളറുള്ള ഗ്രീൻ ലൈൻസ് ഉണ്ട്. ഈ റെഡ് ലൈൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. ഇത് R1 ആണ്, ഇത് R2 ആണ്, ഇത് R3 ആണ്. അതുപോലെ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് ഇത് S1 ആണ്, S2 ആണ്, S3 ആണ്. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ആക്ച്വലി ഫോർമുലാസ് ഉണ്ട്. ഇത് നമ്മൾ മാനുവലി ഇരുന്ന് കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. അതാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നത്. നിങ്ങൾക്ക് ഇവിടെ ചെന്നാൽ വളരെ ഈസി ആയിട്ട് സ്റ്റഡി ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, പിവറ്റ് ഉണ്ട്, റെസിസ്റ്റൻസ് 1, സപ്പോർട്ട് 1, റെസിസ്റ്റൻസ് 2, സപ്പോർട്ട് 2, റെസിസ്റ്റൻസ് 3, സപ്പോർട്ട് 3. അപ്പോൾ ഇങ്ങനെ സ്റ്റഡീസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇതിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഫോർമുല നിങ്ങൾ അറിയേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. എന്നാലും ലോജിക് അറിയണം. ഇത് പിന്നിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് അറിയുന്നവർക്ക് ഒരു ഫൺ ഫാക്ട് ആയിട്ട് അറിഞ്ഞിരിക്കാം. എന്നാലും ഒരു ട്രേഡർക്ക് ഇത് ബേസ് ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ഫോർമുല അറിയണമെന്നില്ല. അപ്പോൾ അവിടെ ചെന്ന് ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റി അല്ലേ. അപ്പോൾ പിവറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു നടുക്കുള്ള ലൈനാണ്. അത് ന്യൂട്രൽ ആണ്. അത് സപ്പോർട്ട് ആയിട്ടോ റെസിസ്റ്റൻസ് ആയിട്ടോ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിനെ പിവറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മുകളിൽ കാണുന്നത് 3 റെസിസ്റ്റൻസ് പോയിന്റ്സ് ആണ്. നമുക്ക് എന്താ റെസിസ്റ്റൻസ് എന്ന് അറിയാം. അപ്പോൾ ഇവർ ഓൾറെഡി വരച്ച് കാണിക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ പ്രൈസ് ആക്ഷൻ വലുതാണെങ്കിൽ മാത്രമേ അത് ക്രോസ് ചെയ്യുള്ളൂ. കണ്ടോ, പ്രൈസ് ആക്ഷൻ കൂടുതലാണെങ്കിൽ മാത്രമേ ക്രോസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുപോലെ സപ്പോർട്ടും ഇവർ ഡിഫൈൻ ചെയ്തൊക്കെയാണ്. ഈ 3 പ്രൈസ് ലെവൽസിൽ വരികയാണെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ബൗൺസ് ബാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ കൂടുതലാണെങ്കിലേ താഴോട്ട് വരാൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാലോ. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഇത് മൺഡേയിലെ ഗ്രാഫാണ്, ചാർട്ടാണ്, ശരിയല്ലേ. അപ്പോൾ മൺഡേ ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. എവിടെ? നമ്മുടെ പിവറ്റ് ലൈനിനേക്കാളും താഴെയാണ് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തിട്ട് അതിശക്തമായിട്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ വലിയ പ്രൈസ് ആക്ഷൻ അല്ലേ. അപ്പോൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെയും താഴോട്ട് പോകാൻ തന്നെയല്ലേ സാധ്യത. ശരിയാണ്, താഴോട്ട് പോയി. അപ്പോൾ രണ്ടാമത്തെ സപ്പോർട്ടും ബ്രേക്ക് ചെയ്തു. എങ്ങനെ? വലിയ പ്രൈസ് ആക്ഷനിൽ. അപ്പോൾ എന്താ സാധ്യത? പിന്നെയും താഴോട്ട് പോകാൻ. അപ്പോൾ പിന്നെയും താഴോട്ട് പോയി S3 വന്ന് ടച്ച് ചെയ്തു. S3 ടച്ച് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? അതിമനോഹരമായിട്ട് അവിടുന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് തിരിച്ചു വരുന്നത് കാണാൻ പറ്റുന്നു. നമ്മൾ പഠിച്ചത് എന്താണോ അത് അതുപോലെ മാർക്കറ്റിൽ അപ്ലൈ ആകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. ശരിയല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബുദ്ധിപരമായി നിങ്ങൾ വെയിറ്റ് ചെയ്ത് ചാർട്ട് നോക്കി നിങ്ങൾക്ക് ഇവിടെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ എത്ര നല്ല ലാഭം കിട്ടിയേനെ. എവിടെ വരെ ലാഭം കിട്ടിയേനെ. നമ്മളെന്താ പഠിച്ചത്? ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അടുത്ത സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ബാക്ക് എടുത്താൽ കഴിഞ്ഞ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആകുമെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിൽ പോയിട്ട് കണ്ടോ, ഇവിടെ കറക്റ്റ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കണ്ടോ. ഇവിടെ വന്നു, ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, മുകളിലോട്ട് പോയി, പിന്നെയും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെയും താഴോട്ട് വന്നു, പിന്നെയും മുകളിലോട്ട് പോയി, പിന്നെയും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെയും താഴോട്ട് വന്നു, പിന്നെയും മുകളിലോട്ട് പോയി, ബ്രേക്ക് ചെയ്യാനേ പറ്റില്ല, അതിന്റെ താഴെ തന്നെ നിന്നു. അപ്പോൾ ഇതൊരു അതിശക്തമായ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തിയതെന്ന് ഇതിന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാമായിരുന്നു. ഇതിനെ നിങ്ങൾക്ക് ടാർഗറ്റ് ആക്കി വെക്കാമായിരുന്നു. ഈ ഒരു ലൈനിൽ ടാർഗറ്റ് ആക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ സേഫ് ട്രേഡർ ആണെങ്കിൽ ഇതിനും താഴെയുള്ള ഈ ഒരു പോയിന്റിലോ ഇതിന്റെ ഒരു 1%, 2% എന്തെങ്കിലും നിങ്ങളൊരു ടാർഗറ്റ് ആയി ഡിഫൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ട്രേഡ് എൻ്റർ ചെയ്യാമായിരുന്നു. അതിമനോഹരമായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാമായിരുന്നു. നമുക്ക് വെറുതെ റാൻഡം ആയിട്ട് വേറൊരു ദിവസം ചെക്ക് ചെയ്യാലോ. ഈ ഒരു ദിവസം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താ സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു ദിവസം ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. R2 അടുത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ നിന്ന് താഴോട്ട് വന്നു. അപ്പോൾ R2 താഴെ R1 ആണുള്ളത്. അപ്പോൾ R2 നിന്ന് R1 വരുന്നു എന്നുള്ളത് കൊണ്ട് R1 അവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. നിങ്ങൾ എപ്പോഴും അത് മനസ്സിലാക്കണം. അതായത് സ്റ്റോക്ക് പ്രൈസ് താഴോട്ടാണ് വരുന്നതെങ്കിൽ അവിടെയുള്ള ലൈൻ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതൊരു റെഡ് ലൈൻ ആണെങ്കിലും ഗ്രീൻ ലൈൻ ആണെങ്കിലും ബ്ലാക്ക് ലൈൻ ആണെങ്കിലും മുകളിൽ നിന്ന് താഴോട്ടാണ് അതിന്റെ അടുത്തേക്ക് വരുന്നതെങ്കിൽ അതൊരു സപ്പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ഇത് താഴോട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അതിമനോഹരമായിട്ട് അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. അവിടെ നിന്ന് ബൗൺസ് ബാക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാമായിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത് നോക്കി, അത് ശക്തമായി മുകളിലോട്ട് പോയി. അപ്പോൾ മുകളിലോട്ട് പോയപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിട്ടി. അപ്പോൾ അതിനടുത്ത് തന്നെ നിന്ന് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. അതിനുശേഷം ഇവിടെ നല്ല പ്രൈസ് ആക്ഷൻ കിട്ടിയപ്പോൾ പിന്നെ മുകളിലോട്ട് പോയി. പിന്നെ R3 ബ്രേക്ക് ചെയ്തു. പക്ഷെ R3 ബ്രേക്ക് ചെയ്തപ്പോൾ അത് നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. കണ്ടോ, അവിടെ തന്നെ ലിങ്കർ ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നെ പയ്യെ മുകളിലോട്ട് പോകുന്നത് കാണാൻ പറ്റി. എപ്പോഴും അഡ്വൈസബിൾ എന്താന്ന് പറഞ്ഞാൽ S3യുടെയും R3യുടെയും നടുക്ക് തന്നെ ട്രേഡ്സ് എടുക്കാൻ നോക്കുക. അപ്പോൾ R3യുടെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ബൈ ഓർഡർ പ്ലേസ് ചെയ്യാത്തതിനാണ് നല്ലത്. നിങ്ങൾ ഇവിടെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിരുന്നു എങ്കിൽ നിങ്ങൾ ഇവിടെ എക്സിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യുന്നതോ ആണ് ഏറ്റവും ഉചിതം. നമുക്ക് ഇനി ഒരു ദിവസം കൂടി വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് എടുത്തു നോക്കാം. ഈ ദിവസം കണ്ടോ, വളരെ നല്ലൊരു രീതിയിലുള്ള എക്സാമ്പിൾ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ഇവിടെ പിവറ്റിനും S1ന്റെയും ഇടയിലാണ്. ശരിയല്ലേ. ആദ്യം ഓപ്പൺ ചെയ്ത് താഴോട്ട് പോയിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇവിടെ ഒരു ഷാഡോ ഉണ്ട്. താഴോട്ട് പോയി സപ്പോർട്ടിനെ ഏറ്റെടുത്തിട്ടാണ് മുകളിലോട്ട് വന്നത്. മുകളിലോട്ട് പോയി. അപ്പോൾ ഇവിടെ പിവറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അതിമനോഹരമായിട്ട് താഴോട്ട് വന്നു. ഇവിടേക്ക് സെല്ല് ചെയ്തിരുന്നെങ്കിൽ എത്ര നല്ല ലാഭം ഉണ്ടാക്കായിരുന്നു. കേട്ടോ, 95, 96 മുതൽ 93 വരെ പോയിട്ടുണ്ട്. നിയർലി ഒരു 3 റുപ്പീസിന്റെ മൂവ്മെന്റ് ആണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടിയത്. 3 റുപ്പീസ് എന്ന് പറയുമ്പോൾ നിയർലി 3% ആയി. ഇൻട്രാഡേയിൽ 3% എന്നൊക്കെ പറയുന്നത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പോൾ 3% ഒന്നും നിങ്ങൾ വെക്കണമെന്നില്ല. ഇവിടെ ഒരു സെൽ ഓർഡർ ഇത്ര മൂവ് ചെയ്തു എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സെൽ ഓർഡർ ഇവിടെ പ്ലേസ് ചെയ്യാമായിരുന്നു. ഇവിടെ ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യാം. നിങ്ങളൊരു 1% നിങ്ങൾക്ക് ടാർഗറ്റ് വെക്കാമായിരുന്നു. അതായത് ഒരു 80 പൈസയോ 90 പൈസയോ നിങ്ങൾക്ക് വെക്കാമായിരുന്നു. അത് നിങ്ങൾക്ക് അടുത്ത 10 മിനിറ്റിനുള്ളിൽ തന്നെ കിട്ടിയേനെ. 10 മിനിറ്റും അല്ല, ഒരു 5 മിനിറ്റിൽ പോലും നിങ്ങൾക്ക് കിട്ടിയേനെ. ആ ടാർഗറ്റും എടുത്ത് നിങ്ങളുടെ ലാഭം എടുത്ത് നിങ്ങൾക്ക് അന്നത്തേക്ക് ട്രേഡിംഗ് നിർത്താമായിരുന്നു. പ്രോഫിറ്റ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയേനെ.
മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു, താഴോട്ട് വന്നു, വലിയൊരു പ്രൈസ് ആക്ഷനോട് കൂടി ഇതിനെ ബ്രേക്ക് ചെയ്തു. എന്നാൽ അത് ശക്തമായിട്ട് താഴോട്ട് പോയില്ല, ഒന്നുകൂടി മുകളിലോട്ട് വരാനൊന്ന് ശ്രമിച്ചു നോക്കി. എന്നാലും ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് പിന്നെ ആക്ട് ചെയ്തുകൊണ്ട് താഴോട്ട് തന്നെ പോയി. താഴോട്ട് പോയപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടി, സപ്പോർട്ടിൽ ഇത് കിട്ടിയിട്ട് പിന്നെയും മുകളിലോട്ട് വന്നിട്ട് ഇതും ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി എൻഡ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് പിവറ്റ് പോയിന്റ്സിനെയും റെസിസ്റ്റൻസിനെയും സപ്പോർട്ടിനെയും പ്രൈസ് റെസ്പെക്ട് ചെയ്യുന്നത്, അവിടെ പ്രഡിക്റ്റബിൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് പഠിച്ചത്? നമ്മൾ ഡെഫിനേഷനിൽ പഠിച്ചില്ലേ? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആർ ഇമ്പോർട്ടന്റ് പ്രൈസ് ലെവൽസ് വെയർ സ്റ്റോക്ക് പ്രൈസസ് ആക്ട് ഇൻ എ പ്രെഡിക്റ്റബിൾ വേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിശദമായി കണ്ടു, മനസ്സിലാക്കി, അത് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ടൂള് എങ്ങനെയാണ് നിങ്ങളുടെ ചാർട്ടിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കണ്ടു. അതിനോടൊപ്പം തന്നെ ഇൻട്രാഡേ ട്രേഡിംഗിൽ അത് എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നല്ല ട്രേഡ്സിൽ എൻ്റർ ചെയ്യാമെന്ന് നിങ്ങൾ പഠിച്ചു. ശരിയല്ലേ? അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ, നിങ്ങൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന ഒരു ഒറ്റ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് മാത്രം ട്രേഡ്സ് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുക. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ കാൻഡിൽ സ്റ്റിക്ക് അനാലിസിസ് ഉപയോഗിക്കുക, നിങ്ങൾ ട്രെൻഡ് അനാലിസിസ് ഉപയോഗിക്കുക. നമ്മൾ ഇനി മുന്നിലേക്ക് പഠിക്കാൻ പോകുന്ന കുറെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടുള്ള മാക്ഡിയും RSIയും സ്റ്റൊക്കാസ്റ്റിക്സും അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരുമിച്ച് നോക്കി വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ട്രേഡ്സ് എടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് നല്ല ട്രേഡേഴ്സ് ആകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങൾ പഠിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഇത് കണ്ട ഉടനെ തന്നെ നിങ്ങൾക്കൊരു ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഏത് കമ്പനിയുടെ വേണമെങ്കിലും ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അവിടെ നിങ്ങൾ ഡെയിലി ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഒരു 5 മിനിറ്റിന്റെ 10 മിനിറ്റിന്റെ കാൻഡിൽസ് നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ നിങ്ങൾ പിവറ്റ് പോയിന്റ്സ് എന്ന സ്റ്റഡി ആഡ് ചെയ്തുകൊണ്ട് അതിശക്തമായ ഒരു ഇൻട്രാഡേ ടൂളിനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് മുതൽ നാളെ മുതൽ തന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ ട്രേഡ്സ് എടുത്തുകൊണ്ട്, ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ വളരെ ഒട്ടും ഇന്റലിജന്റ് അല്ലാത്ത തെറ്റായ ട്രേഡ്സ് എടുത്തിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഇതൊക്കെ വെച്ച് തന്നെ നിങ്ങൾ ട്രേഡ്സ് എടുത്ത് തുടങ്ങുകയാണ് എങ്കിൽ ഒട്ടും ഇന്റലിജന്റ് അല്ലാത്ത ട്രേഡ്സ് ആണ് നിങ്ങൾ എടുക്കുന്നത് എന്ന് ആർക്കും നിങ്ങൾ ഇനി ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കുറച്ചൊരു നോളജ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഇത് ബെനിഫിഷ്യൽ ആയെന്നും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമെന്നും ഉപയോഗിക്കുമെന്നും നല്ല രീതിയിൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ ഇത് പഠിച്ചതുകൊണ്ടോ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അറിയുന്നു എന്നുള്ളതിലല്ല കാര്യം. ഇതിനെ നിങ്ങൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഉപയോഗിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിലാണ് കാര്യം. ഞാൻ പറഞ്ഞതുപോലെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒക്കെ ഡിഫൈൻ ചെയ്ത് വെക്കുക, ബുദ്ധിപരമായി ചെയ്യുക, നല്ല ലാഭം ഉണ്ടാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ മാക്സിമം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുത്ത് എല്ലാവരെയും പഠിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും അത് കമന്റ് ചെയ്ത് അറിയിക്കുക. എനിക്കറിയാം ഞാൻ കമന്റ്സിന് റിപ്ലൈസ് തരലിപ്പോൾ വളരെ കുറവാണ്. എന്നാലും കമന്റ്സ് എല്ലാം ഞാൻ വായിക്കാറുണ്ട്. എന്നാൽ അതിലൊരു കോൺവെർസേഷനിലേക്ക് പോകാത്തതാണ്. ഡെഫിനറ്റ്ലി ഇന്ന് മുതൽ ഞാൻ ട്രൈ ചെയ്യാം. കമന്റ്സ് ലൈക്ക് ചെയ്യാനും ഹാർട്ട് തരാനും റിപ്ലൈ ചെയ്യാനും ഒക്കെ ഞാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഡൗട്ട്സ് ചോദിച്ചോളൂ. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.